നമ്മളപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് വുഡ് ആണെന്ന് നോക്കി. പാർട്ടിക്കൽ ബോർഡ്, MDF, HDF, WPC, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വുഡ് ഇല്ലേ. അപ്പോൾ ഇനി ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പം ആദ്യം തന്നെ ഈ ബോട്ട്സിനകത്ത് സ്ക്രൂ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ഇത് എത്ര പ്രാവശ്യം നമുക്ക് സ്ക്രൂ ചെയ്യാം, ഇത് നമ്മൾ സ്ക്രൂ ചെയ്തതിന് ശേഷം ഇളകി വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എടുത്തേക്കുന്ന പാർട്ടിക്കൽ ബോർഡിൻ്റെ ഒരു സാമ്പിൾ പീസാണ്. അതിനകത്ത് നമുക്ക് ഡ്രില്ല് വെച്ചിട്ടൊന്ന് ഈ സ്ക്രൂ ഇട്ട് നോക്കാം. അപ്പം ഇത് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടെസ്റ്റ്, ഇതിനകത്ത് നമുക്ക് വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 2 ലിറ്റർ ബോട്ടിലിനകത്ത് ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ട് ഒന്ന് ഹാങ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എന്തുമാത്രം ഇത് സ്ക്രൂ ചെയ്ത് നിൽക്കുന്നുണ്ട്, ഈ സ്ക്രൂ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു 2 ലിറ്റർ ബോട്ടിലിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കിൽ ഒരു നല്ല സ്ട്രോങ് ത്രെഡ് ടൈ ചെയ്തിട്ടുണ്ട്. ആണി അടിച്ചതിനകത്ത് ആണിയിനകത്ത് ഇത് കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പതുക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. ഈ സെയിം തന്നെ നമ്മൾ WPCയിലും ചെയ്ത് നോക്കും. എന്നാലല്ലേ ഇതിൽ ഏതാ നല്ലതെന്ന് അറിയാൻ പറ്റുള്ളൂ. നിലവിൽ നോക്കുമ്പോൾ ഇങ്ങനെ ലൂസൊന്നും ആവുന്നില്ല. പക്ഷെ നമുക്ക് കൈവച്ച് അഴിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ സ്ക്രൂ ചെയ്ത ഭാഗത്തിൽ തന്നെ നമുക്ക് റീസ്ക്രൂയിങ് ചെയ്യാം. എന്നാലേ നമുക്കിത് എത്ര പ്രാവശ്യം സ്ക്രൂ ചെയ്താൽ ഇരിക്കുള്ളൂ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മളിത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഹോളിലോട്ടാണ് നമ്മൾ ഈ സ്ക്രൂ ചെയ്തത്. നമുക്ക് വീണ്ടും ഒന്ന് റീസ്ക്രൂയിങ് ചെയ്ത് നോക്കാം. ഈ സെയിം പോയിന്റിൽ തന്നെ നമ്മൾ റീസ്ക്രൂ ചെയ്ത് നോക്കുവാണ്. ഓക്കെ, ചരട് കെട്ടാനുള്ള സ്ഥലം കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചരട് കെട്ടി നോക്കിയാലോ. ചരടെന്ന് വെച്ചാൽ നമ്മളൊരു 2 ലിറ്റർ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഈ 2 ലിറ്റർ ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളമുണ്ട്. ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ നമ്മളൊരു ചരട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കിത്തെ പോയിന്റ് നമുക്ക് ഇവിടോട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ 2 ലിറ്റർ വാട്ടർ റീഫിറ്റിങ്ങിന് ശേഷം ഇത് നെക്കിന് അല്ല, ഇതാകത്തില്ല. അപ്പം സ്ക്രൂ ടെസ്റ്റിൽ പാർട്ടിക്കൽ ബോർഡ് ഫെയിൽ ആയിരിക്കുവാണ്. പാർട്ടിക്കൽ ബോർഡ് ഫെയിലായി, WPC പാസ്സാവാൻ നോക്കാം. ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും ഹൈ ആണെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമുക്കത് വിശ്വസിച്ച് കാണണ്ടേ. ആദ്യം നമ്മളൊന്ന് സ്ക്രൂ ചെയ്യും. അതിനുശേഷം റീസ്ക്രൂയിങ് ചെയ്തിട്ട് വീണ്ടും സ്ക്രൂ ചെയ്തിട്ട് സെയിം പാർട്ടിക്കൽ ബോർഡിൻ്റെ പ്രോസസ്സ് തന്നെ നമ്മൾ ഇതിന് ചെയ്യുന്ന WPCയുടെ ബോർഡാണ് ഇത്. ഞാൻ ആദ്യം കാണിച്ച സെയിം ബോർഡ് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഡ്രിൽ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനകത്ത് ആണി സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി അത് റീപുൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്യാം. ഇതിൻ്റെ ക്വാളിറ്റി ഹൈ ആണെന്ന് പറഞ്ഞാർന്നേ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് എൻ്റെ പാർട്ടിക്കൽ ബോർഡ് ചെയ്തപ്പോൾ ഇതിനകത്ത് നിറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് വന്നത്. ഇത് കണ്ടോ, ഇതിനകത്ത് ഡസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. ഇതിൻ്റെ ക്വാളിറ്റി ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ 2 ലിറ്റർ വാട്ടർ വെച്ച് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. സെയിം സ്റ്റൈൽ ഓഫ് നോട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ആ സെയിം ത്രെഡാണ്. പിന്നെ ബോട്ടിലും വെള്ളം എല്ലാം സെയിം. അപ്പോൾ ഇത് നമുക്കൊന്ന് കറക്കി നോക്കാം. റൈറ്റ് നോ ഫിഗർ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആണിക്കകത്ത് എനിക്കൊരു മൂവ്മെൻറ്റ്സും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഹൈ ഡ്യൂറബിലിറ്റിയും നല്ല സ്ട്രെങ്ത്തും ഉള്ള ഒരു സാധനം തന്നെയാണ് ഈ WPC. ഇനിയും കറക്കാൻ വേണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫർണിച്ചറൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് പാർട്ടിക്കൽ ബോർഡും യൂസ് ചെയ്യാം.
കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് MDF യൂസ് ചെയ്യാം. MDF എന്ന് വെച്ചാൽ മൈൽഡ് ഡെൻസിറ്റി ബോർഡായിരിക്കും. ഇത് പാർട്ടിക്കൽ ബോർഡ് എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി. അത്ര മാത്രമേ ഇതിൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ ഹൈ ഡെൻസിറ്റിയാണ് HDF എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫേർണിച്ചറൊക്കെ ചെയ്യാനായിട്ട് പാർട്ടിക്കൽ ബോർഡ് ധാരാളമാണ്. കാരണം വൺസ് നമ്മളത് ഫിക്സ് ചെയ്ത് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അത് ഇങ്ങനെ ഓവറായിട്ട് ഒരു 1-2 പ്രാവശ്യമൊക്കെ പാർട്ടിക്കൽ ബോർഡ് റീഫിറ്റിംഗ് ഇരിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടത് എനിക്ക് തോന്നുന്നത് WPCയുടെ ആണ് റീഫിറ്റിംഗ് ഇത് പാസ് അയക്കുന്നത്. അപ്പോൾ ഇനി വേറൊരു ടെസ്റ്റുമായിട്ട് ഈ ഒരു ടെസ്റ്റ് മാത്രം കൊടുത്താൽ പോരല്ലോ, നമുക്കിതിൻ്റെ ഫയർ ടെസ്റ്റ് ഒന്ന് നോക്കാം. പാർട്ടിക്കൽ ബോർഡും WPCയുടെ ഫയർ ടെസ്റ്റ് നോക്കാം ഇനി.